എന്താ ചേച്ചാ പോയ കാര്യം? ശരത്ത് മോൻ പറഞ്ഞതുപോലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1-2 മഹാപൂജകളും പറഞ്ഞു. എല്ലാവരും ചെയ്യും. എനിക്ക് 5001 രൂപ ദക്ഷിണയും തന്നു. അതാ ഞാൻ പറഞ്ഞത്, ആ സമ്പാദ്യപ്പെട്ടിന്ന് ഒരു ചാൽ ഇങ്ങോട്ട് കീറുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ തൽക്കാലം ഇതാരോടും പറയണ്ട. എന്തോ കള്ളത്തരൊപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ രണ്ടുകൂടെ. ശരത്ത് മോൻ അച്ഛനൊരു വഴിക്കാക്കും. മനോഹരേട്ടൻ എല്ലാ കാര്യത്തെയും അങ്ങനെ കാക്ക കണ്ണോടെ കാണണ്ട. എന്തെങ്കിലും നല്ല കാര്യമായിരിക്കും പറയുന്നത്. പിന്നെ നല്ല കാര്യം. പാർവതിക്ക് എന്ന് മുതലാ ശരത്ത് മരുമഹാനായത്? നല്ല കാര്യമൊക്കെ അവൻ പറയുന്നതെന്ന് തോന്നിത്തുടങ്ങിയത്. ചിലതൊക്കെ ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല മനോഹരേട്ട. മഞ്ഞക്കണ്ണാടി വെച്ച് കണ്ട എല്ലാം മഞ്ഞയായിട്ട് തോന്നും. തൽക്കാലം എന്റെ കണ്ണിന്റെ ലെൻസിന് നല്ല പവറാ. അച്ഛൻ വാ. അതുകൊണ്ട് തന്നെ നല്ല തെളിമയുള്ള കാഴ്ചയുവാ. നരകത്തിലെ നന്മ വിളയില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. എന്നതാ മനോഹര ഒരു കുശുകുശുപ്പ്? ഓ, ഞങ്ങൾ ഈ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളാകുന്നതിനെ കുറിച്ച് പറയുമായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഈ IPL ക്രിക്കറ്റിനെ കുറിച്ച് പറയുമായിരുന്നു. IPL അല്ലേ? അതെ. ആ, അല്ല, ഇത്തവണ ആർക്ക് കിരീടം കിട്ടുമെന്നാ ചിറ്റപ്പന്റെ ഒരു അഭിപ്രായം? അതിന് കിട്ടുന്ന കിരീടമാണോ, ട്രോഫി അല്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ? നന്നായി കളിക്കുന്നവർക്ക് കിട്ടും കിരീടം. അങ്ങനെയാണല്ലോ. കള്ളക്കളി കളിക്കുന്നവർക്ക് മുൾക്കിരീടവും കിട്ടും. അതും അങ്ങനെ തന്നെയല്ലേ അല്ലേ അച്ഛാ? അതെ, ഒറ്റയേറിൽ ചിലരെ ക്ലീൻ ബൗൾഡ് ആവും. ചിലര് റണ്ണൌട്ടും ആവും. ചിലര് പാതി വഴിയിൽ തിരിച്ച് കൂടാരം കയറും. റിട്ടയർഡ് ഹാർട്ട്. എനിക്ക് ഈ കുന്ത്രാണ്ടം പിടിച്ച കളിയെ കുറിച്ച് ഒരു ചൂക്ക് പറഞ്ഞൂടാ. ഒരു പന്തടിച്ചിട്ടിട്ട് 2 മണ്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, അത്ര തന്നെ. ചിറ്റപ്പനാകെ അറിയാവുന്നത് പകട ഉരുട്ടലും ശംഖ് കറക്കലുമല്ലേ? അല്ല, ഇന്ന് എവിടെയായിരുന്നു ചിറ്റപ്പന്റെ ചീറ്റിംഗ് പരിപാടി? അല്ല, ഈ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ചാറ്റിങ്ങേ, അതാ ഉദ്ദേശിച്ചത്. അത് 2 VIP-കളാ, അത്രേ തൽക്കാലം പറയൂ. ചില മഹാപൂജകൾ ചെയ്യാൻ എന്നെ തേടി വന്നതാ. ഈശ്വരൻ, ദൈവം എന്നെ അവരെ മുന്നിൽ എത്തിച്ചത്. ദൈവം ചില സമയത്ത് അങ്ങനെയാ, ചില കൊടും ചതികളൊക്കെ കാണിക്കാറുണ്ട് ഇല്ലേ? മനോഹര, മഹാപണ്ഡിതനായ എന്നെ നിനക്കങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്കറിഞ്ഞുകൂടെ, 10 തലയല്ലേ തനി രാവണൻ. മനോഹരേട്ട, എന്റെ പൊന്ന് ചിറ്റപ്പ, ശരത്തുമോന്റെ കൂട്ട് പിടിച്ചേ ഉള്ള തല കളയല്ലേ കേട്ടോ. ശരത്തിന്റെ തലയും പോകത്തില്ല, ശരത്തിന്റെ കൂടെ നിൽക്കുന്നവർ തലയും പോകത്തില്ല. ആരുടെ തലയാ മണ്ണിൽ ഉരുളാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് ശബരിമല പോയിട്ട് വന്നോട്ടെ. എത്രയും പെട്ടെന്ന് വരണം. നടപ്പന്തല്ലേ വിരിവെക്കാനുള്ള സ്ഥലം കുറവാ. എന്നാ പിന്നെ അയ്യപ്പന് വായരോട് ചെന്നാട്ടെ. അച്ഛൻ വാ. അല്ലേ വേണ്ട, അതുവഴി പോ. അച്ഛാ കണ്ടോ? ഒന്ന് ശബ്ദം കുറയ്ക്കും നിത്യേ. CID-കള് 3 അപ്പുറത്തുണ്ട്. അയ്യോ, ഞാനത് ഓർത്തില്ല. അതല്ലേ പറയത്, അകത്തേക്ക് കിടക്കണമെങ്കിൽ ചെക്ക് പോസ്റ്റ് ചെയ്യിക്കുന്ന ഗാർഡുകളെയൊക്കെ സലാം വെക്കണ്ടേ? മണോഗുണം വല്ല കുത്തിത്തിരിപ്പ് ചോദ്യങ്ങളുമായിട്ട് വന്നു കാണും. അമർന്നോമ്പെല്ലാം വിട്ടു പറഞ്ഞോ? ഞാനങ്ങനെ വിട്ടു പറയും.
ഒളിക്കേണ്ടത് ഒളിക്കാനും മറക്കേണ്ടത് മറയ്ക്കാനും ഈ ബ്രഹ്മശ്രീ സോമനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതാണ് അച്ഛൻ. എന്തായാലും പോയ കാര്യം മംഗളായല്ലോ, അത് മതി. വിസ്തരിച്ച് പറഞ്ഞേ, ഇവിടെ അതാരും ചോർത്തിയെടുക്കാൻ അവസരം കൊടുക്കണ്ട. മുത്തശ്ശി പറഞ്ഞതാ കാര്യം. ആ. എന്തെങ്കിലും ലീക്കായ ബ്രഹ്മശ്രീ സോമൻ വെറും ബെഡായി സോമനാന്ന് പറഞ്ഞു വരുത്താൻ ആളിവിടെ തന്നെ ഉണ്ടല്ലോ. 5001 രൂപ ദക്ഷിണ കിട്ടി കേട്ടോ. 1000 രൂപ വലിയക്കന്നെ ഇരിക്കട്ടെ. ഇതാ എന്റെ ഒരു സന്തോഷം. എന്നാ പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് ചെല്ലാം. ആ അതെ, ഇല്ലെങ്കിലേ ഇവിടുത്തെ ചാരസുന്ദരിക്ക് ഗൂഢാലോചന മണക്കും. ആ അത് ശരിയാ. അവക്ക് ഉണ്ടക്കണ്ണ് മാത്രമല്ല, ആന ചെയ്യുക. എന്നാ വല്യക്കും പോയി വിശ്രമിക്ക്. ഞാനേ ആമ്പർന്നോൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്കും. ഓ പാവം പ്രവചിച്ച് ക്ഷീണിച്ചു വന്നതല്ലേ. ആ ശരി. എന്തിനാ 1000 രൂപ എടുത്ത് കൊടുക്കാൻ പോയത്? വലിയക്കനെ ഒന്ന് കയ്യിലെടുത്ത് വെക്കണ്ടേ? 15 സെന്റ് സ്ഥലവാ കയ്യിലുള്ളത്. അതിനാ 2 പാക്കറ്റ് അരിമുറുക്ക് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചാ കയ്യിലോട്ട് വെച്ച് കൊടുത്താ പോരെ. കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്നേ. ബാക്കി 4000 ഇങ്ങോട്ട് തോ. ഭാമിനി, ഞാനിതേ നാളെ തന്നെ ബാങ്കിലിട്ടോളൂ. നിങ്ങളുടെ കൈ കാശിരുന്നാലേ അത് ശരിയാവത്തില്ല. ചാത്തനെ സേവിക്കാൻ കുപ്പി വാങ്ങാൻ ഒരു 500 രൂപയെങ്കിലും താ ഭാവിനി. ചാത്തന് തൽക്കാലം ഒരു കുപ്പി കള്ള് മേടിച്ചു കൊടുത്താൽ മതി. അതാവുമ്പം 100 രൂപ നിന്നോളൂ. കള്ളെനിക്ക് ശരിയാകത്തില്ല. ആ എന്നാ ശരത്തുമോനോട് പറഞ്ഞാ മതി, അവൻ എന്തും വാങ്ങിച്ചു തരൂ. പിന്നെ ഒരു കാര്യം, പൂത്ത പണക്കാരിയെ കൈ കിട്ടിയിരിക്കുന്ന ഓർമ്മ വേണം. അക്ഷയപാത്രമാ, അക്ഷയപാത്രം. എനിക്കറിയാം ഭാമിനി. ഇനി സോമന്റെ ശംഖ് കറങ്ങുന്നത് ഇവിടെ മാത്രമല്ല, ആ വക്കീലിന്റെ വീട്ടിലും കൂടിയാ. മൊത്തത്തിലൊരു കലക്ക് ഞാൻ. ആ ഞാനിവിടെ എത്തി ശേഖർ. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോണായിരുന്നു. ആ ശരി.